108 ആംബുലൻസിൽ EMT ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചെന്ന പരാതിയുമായി പാരാമെഡിക്കൽ ഉദ്യോഗാർത്ഥികൾ. കഴക്കൂട്ടത്തുള്ള GVK എന്ന സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. ജോലി വാഗ്ദാനം വിശ്വസിച്ച ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്താണ് ഈ പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ആരോപണം? എങ്ങനെയാണ് GVK എന്ന സ്ഥാപനത്തിന് നേരെ ആരോപണ ശരങ്ങൾ എയ്യുന്നത്? അശ്വതി, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന GVK എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാരാമെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് ആംബുലൻസിൽ 108 ആംബുലൻസിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരെ ഒരു ട്രെയിനിങ്ങിനായി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു. പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവർ ഈ ജില്ലയിലെത്തി ഏകദേശം ദിവസങ്ങളോളം നീണ്ട പരിശീലനമൊക്കെ കഴിഞ്ഞു. ആ പരിശീലനത്തിന് ശേഷമാണ് ഇതിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെൻഡറിൽ നിന്ന് ഒഴിവാക്കി, അതുകൊണ്ട് നിങ്ങൾ തിരികെ പോകണമെന്നൊരാവശ്യം ഈ ഉദ്യോഗാർത്ഥികളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലായത് എന്ന് പറയേണ്ടി വരുന്നത്. കാരണം GVK എന്ന സ്ഥാപനത്തിൽ ജോലി പ്രതീക്ഷിച്ചുകൊണ്ട്, ജോലി ആഗ്രഹിച്ചുകൊണ്ട് പലരും മുൻപ് ജോലി ചെയ്തിരുന്ന താൽക്കാലിക സ്ഥാപനങ്ങളടക്കം ഉപേക്ഷിച്ചുകൊണ്ടാണ് GVK എന്ന് പറയുന്ന സ്ഥാപനത്തെ വിശ്വസിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇപ്പോൾ അവിടെ നിന്ന് അവർ ജോലി ഒഴിഞ്ഞ് ഇവിടെ വന്ന് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്നവരാണ്. പലർക്കും ഈ ഒരു ശമ്പളം മാത്രമാണ് ആകെ പ്രതീക്ഷയായി ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഇപ്പോൾ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് 108 ആംബുലൻസ് സർവീസ് നടത്തുന്നതിനായി സർക്കാരിൽ നിന്ന് 5 വർഷത്തേക്കാണ് ഇവർ ടെൻഡർ എടുത്തിരിക്കുന്നത്. ഈ കമ്പനിയാണ് ആംബുലൻസിലേക്ക് വേണ്ട ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുന്നത്. 1 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മെഡിക്കൽ ടെക്നീഷ്യൻ, അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആയിട്ടുള്ള EMT ആയി ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയില്ല, നിങ്ങൾ തിരികെ പോകണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള 89ഓളം വിദ്യാർത്ഥികൾ അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ളവരാണ് ഈ GVKയുടെ തൊഴിൽ തട്ടിപ്പിൽ ഇരയായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിയമപരമായിട്ടുള്ള നടപടികളുമായി ഈ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ജോലി ലഭിച്ചതുമില്ല, അവരുടെ 1 മാസക്കാലം അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതേ രീതിയിൽ തന്നെയാണ്. കാരണം മുൻപ് ജോലി ചെയ്യുന്നവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു പ്രതീക്ഷയുമായി ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ സാമ്പത്തികമായും ഒപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിക്ക് പകരം സാമ്പത്തിക നഷ്ടം നൽകണമെന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ശാലിനി ഈ ഘട്ടത്തിൽ ഉയരുന്നത്. 108 ആംബുലൻസിൽ EMT ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാരാമെഡിക്കൽ വിദ്യാർത്ഥികളെ കബളിപ്പിച്ചെന്നൊരു പരാതി GVK എന്ന സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശാലിനിയാണ് തലസ്ഥാനത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.